അവർക്ക് ശരിയാണ്. ഖബറിന്റെ മുകളിൽ ഇരുന്നാലും ശരിയാണ്, അതിന്റെ ഓരത്ത് പോയാലും ശരിയാണ്. ഒരാളുടെ മയ്യത്തടക്കാൻ വേണ്ടി ഖബർ കുഴിക്കുമ്പോഴും തമാശ പറഞ്ഞുകൊണ്ടാണ് ഖബർ കുഴിക്കുക, രസങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഖബർ കുഴിക്കുക. ആദരവായ റസൂലുള്ളാഹി തങ്ങൾക്ക് വെറുപ്പുള്ള 3 സ്ഥലം. അതിൽ ഒന്ന്, ആരെങ്കിലും ഖബർ കുഴിക്കുന്ന സമയത്ത് ചിരിച്ചുകൊണ്ടോ തമാശ പറഞ്ഞുകൊണ്ടോ ഖബർ കുഴിച്ചാൽ ഇന്നല്ലാഹ കരിഹ അലൈക്കും, നിങ്ങളുടെ മേൽ അല്ലാഹുവിന് വെറുപ്പാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബർ കുഴിക്കുമ്പോൾ തമാശ പറയരുത്, ഖബറിന്റെ അരികിലിരുന്ന് ദുനിയവിയായ സംസാരങ്ങളരുത്. ബഹുമാനപ്പെട്ട അലിയാർ തങ്ങൾ പറയുകയാണ്, 6 സ്ഥലങ്ങളിൽ അമലുകൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാം. അൽ ഹദീസു ഇൻദൽ മഖാബിരി, മഖബറയിൽ പോയി അനാവശ്യമായ സംസാരങ്ങൾ നിങ്ങൾ നടത്തിയാൽ യഹ്ദു അമല 30 സന, 30 വർഷത്തെ അമലുകൾ നഷ്ടപ്പെട്ടു പോകുമത്രേ. ഖബറിന്റെ അരികിൽ അനാവശ്യ സംസാരം, മഖബറകളിൽ അനാവശ്യ സംസാരങ്ങൾ. ഇദാ ഹദർതുമുൽ മയ്യിത ഫഖൂലൂ ഖൈറാ ഫഇന്നൽ മലായികത തുഅമ്മിനൂന അലാ മാ തഖൂലൂൻ. നിങ്ങൾ മയ്യത്തിന്റെ അരികിലേക്ക് പോയാൽ നല്ലത് മാത്രം സംസാരിക്കണേ, നല്ലത് മാത്രം പറയണേ. കാരണം ഫഇന്നൽ മലായികത തുഅമ്മിനൂന അലാ മാ തഖൂലൂൻ, നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകൾക്കും മലാകമാർ ആമീൻ ആമീൻ എന്ന് പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളുടെ മയ്യത്തിന്റെ അരികിലേക്ക് പോയി നിന്നിട്ട് അവൻ അങ്ങനെയാണ് മരിച്ചത്, അവൻ എങ്ങനെയാണ് മരിച്ചത്, അങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങനെ ആകുമായിരുന്നില്ല, ഇങ്ങനെ ഇല്ലായിരുന്നുവെങ്കിൽ അങ്ങനെ ഉണ്ടാകുമായിരുന്നില്ല. ആവശ്യമില്ലാത്ത സംസാരങ്ങൾ അരുതേ, ആവശ്യമില്ലാത്ത സംസാരങ്ങൾ അരുതേ. മയ്യത്തിന്റെ അരികിൽ പോയി ആ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യണേ, ആ മയ്യത്തിന്റെ ന്യൂനതകളെ മറച്ചു വെക്കണേ, ആ മയ്യത്തിന്റെ അപാകതകളെ പറയരുത്, ന്യൂനതകൾ വെളിപ്പെടുത്തരുത്. ഒരു കുറു മഹാസിന മൗതാക്കും, ആ മയ്യത്തിന്റെ നന്മകൾ മാത്രം വിളിച്ചു പറയണേ. നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മയ്യത്ത് കുളിപ്പിക്കുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ മയ്യത്തിന്റെ നന്മകൾ മാത്രമല്ലാതെ തിന്മകളെ പറയരുതേ, പറയരുതേ. ചില ആളുകൾ മയ്യത്തെ കുളിപ്പിക്കുമ്പോ, ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു സഹോദരി മറ്റൊരു സഹോദരിയുടെ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് അവരുടെ ഗുഹ്യഭാഗം കഴുകുമ്പോൾ ഈ കഴുകുന്ന സഹോദരി ചിന്തിച്ചുപോയി, ഈ പെണ്ണ് ഈ ഗുഹ്യഭാഗങ്ങൾ കൊണ്ട് എത്ര മോശമായ പ്രവൃത്തി ചെയ്തതായിരിക്കാം. ചിന്തിച്ചുപോയി മനസ്സുകൊണ്ട്. അങ്ങനെ ഔറത്ത് കഴുകുന്ന സമയത്ത് അങ്ങനെ ചിന്തിച്ചുപോയി. ആ കൈ അങ്ങനെ തന്നെ ഇരിക്കുകയുണ്ടായി, പിന്നെ ചലിക്കുന്നില്ല, അനങ്ങുന്നില്ല. ആലിമീങ്ങളെ വിളിച്ചു ചർച്ചകൾ ചെയ്തു. പലരും പറഞ്ഞു കൈ മുറിച്ചു മാറ്റ്, പലരും പറഞ്ഞു ഓപ്പറേഷൻ ചെയ്തെടുത്തു മാറ്റ്. ഇല്ല, മാലിക് ഇമാം ജീവിച്ചിരിക്കുന്ന സമയമാണ്. മഹാനായ മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികിലേക്ക് ആളുകൾ പോവുകയാണ്, കാര്യങ്ങൾ ധരിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട മഹാനവറുകൾ പറയുകയുണ്ടായി, ആ മയ്യത്ത് കുളിപ്പിച്ച പെണ്ണിനോടൊന്ന് ചോദിക്കണേ, ആ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് അവളുടെ മനസ്സിന്റെ വികാരം എന്തായിരുന്നു? ചോദിച്ചപ്പോൾ അവൾ പറയുകയുണ്ടായി, ഈ പെണ്ണിന്റെ ഗുഹ്യഭാഗം കഴിയുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചുപോയി, ഇവൾ എത്രയോ അശ്ലീലവുമായി ബന്ധപ്പെട്ടവളായിരിക്കാം. ഒരു പെണ്ണിനെ കുറിച്ച് അപരാധം പറഞ്ഞവൾ, ഒരു പെണ്ണിനെ കുറിച്ച് ആരോപണം നടത്തിയവൾ, ഒരു പെണ്ണിനെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞവളുടെ മേലുള്ള നടപടിയാണ്. 80 അടി അവളെ ഹദ്ദടിക്കണേ, ഹദ്ദടിക്കണേ. മഹാനായ മാലിക് റളിയല്ലാഹു തആല അൻഹു ഓർഡറിടുകയാണ്. അങ്ങനെ ആ മയ്യത്തിനെ സാക്ഷ്യപ്പെടുത്തി 80 അടിയടിച്ചപ്പോൾ ആ കൈ അവളുടെ ഔറത്തിന്റെ ഭാഗത്ത് നിന്ന് മാറി. ഇന്നൊക്കെ നമ്മളൊക്കെ ആ ഒരു കറാമത്തുണ്ടോ? മഹാന്മാരൊക്കെ ഇരുന്ന സമയത്തുണ്ടായിരുന്ന കറാമത്താ. ഇന്നിപ്പോ അങ്ങനെയൊക്കെയാണ് കറാമത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പെണ്ണുങ്ങൾക്കൊന്നും മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റൂല. എല്ലാവന്മാരും പറയുന്ന കുറ്റം പറഞ്ഞിട്ടേ കുളിപ്പിക്കുള്ളൂ. ആരും കുളിപ്പിക്കാൻ തന്നെ പോകുന്നില്ലല്ലോ. സാലിഹീങ്ങളെന്ന് പറഞ്ഞ വാക്കാണത്. അതുകൊണ്ട് ഒരാളെ കുറിച്ചും ആരോപണം പറയരുത്, ഒരാളെ കുറിച്ചും അപരാധം പറയരുത്. ആർക്ക് എന്തായിരിക്കും അവിടെ അവസ്ഥ എന്ന് നമുക്കൊന്നും അറിയില്ലല്ലോ. ഖബറിലെ ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത്, ഈ ഖബറിലെ ശിക്ഷയിൽപ്പെട്ട പരമപ്രധാനമായ ശിക്ഷ എന്ന് പറയുന്നത് നാവ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന അനിഷ്ടങ്ങളാണ്, ആവശ്യമില്ലാത്ത സംസാരങ്ങളാണ്. നാവ് കൊണ്ടുണ്ടാക്കുന്ന സംസാരങ്ങൾ ആ നാവിനെ നരകത്തിലേക്ക് എത്തിക്കുമെന്ന് നബിയുനാ ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി തുവഫിയ റജുലുൻ മിനസ് സ്വഹാബ. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഒരു സഹാബി വഫാത്തായപ്പോ നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ സദസ്സിലേക്ക് ഒരു സഹാബി കടന്നു വന്നിട്ട് പറയുകയാ,
അബ്ശിർ ബിൽ ജന്നതി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, അവിടുത്തെ തിരുമുത്തായ നാവുകൊണ്ട് ഒന്ന് മൊഴിയണേ, ആ സഹാബി സ്വർഗത്തിലാണെന്ന് പറയുവോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പറയരുത്, അങ്ങനെ പറയരുത്. ഇന്നക ലാ തദ്രി, നിനക്കറിയില്ല. ഫലഅല്ലഹു അൻ യതകല്ലമ ഫീമാ ലാ യഅനി, ആ മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ നാവിലൂടെ അനർത്ഥങ്ങളായ അനാവശ്യങ്ങളായ സംസാര ഭാഷകൾ ഈ ദുനിയാവിൽ വെച്ചുണ്ടായിരിക്കാം. ഒരുപക്ഷെ അങ്ങനത്തെ മോശമായ വാക്കുകളിലൂടെ അന്ത്യം മോശമാകാൻ കാരണമാകും സഹാബത്തെ. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറയരുതേ. അവർ സ്വർഗത്തിലാണെന്ന് പറയരുത്. നബിയുനാ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മനസ്സിലാക്കണം, നാവ് മോശമായാൽ അന്ത്യം മോശമാകും. നാവ് മോശമായ അന്ത്യം മോശമാകും. ഒരാളെ കുറിച്ച് ഇങ്ങനെ ആവശ്യമില്ലാത്ത വാക്കുകൾ, അനാവശ്യ വാക്കുകൾ, അറിയാത്ത വാക്കുകളൊന്നും പറയാൻ പാടില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളുമായി ബന്ധപ്പെടാൻ പാടില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും സഹാബാക്കളോട് ചോദിക്കുകയാണ്, ഹൽ തദ്റൂന മൻ ശിറാറുൻ നാസ്, ജനങ്ങളിൽ ദുഷിച്ചവരാരെന്ന് അറിയുവോ സഹാബ? ജനങ്ങളിൽ മോശമായവരാരെന്നറിയുവോ സഹാബത്തെ? ജനങ്ങളിൽ നികൃഷ്ടരാരെന്നറിയുവോ സഹാബ? ഖുൽനാ അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവും റസൂലും അല്ലാതെ ഞങ്ങൾക്കറിയില്ല പ്രവാചകരെ എന്ന് ബഹുമാനപ്പെട്ട സഹാബാക്കൾ പറയുമ്പോ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, രണ്ട് നാവുള്ളവരാണ്, രണ്ട് മുഖമുള്ളവരാണ്. ഒരാളുടെ അരികിലേക്ക് ഒരു മുഖവുമായി പോകും, മറ്റൊരാളുടെ അരികിലേക്ക് മറ്റൊരു മുഖവുമായി പോകുന്നവരാണ്. ഇവൻ ജനങ്ങളിൽ ദുഷിച്ചവനാണ്, നികൃഷ്ടനാണ്, മോശമായവനാണ്, വൃത്തികെട്ടവനാണ്, തരം താഴ്ന്നവനാണ്, ജനങ്ങളിൽ ഏറ്റവും നികൃഷ്ട പണിക്കാരനാണെന്ന് ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നികൃഷ്ട സ്വഭാവത്തിന്റെ ഉടമയാണ്. ഒരു നാവ് കൊണ്ട് രണ്ട് വർത്തമാനം പറയുന്നവൻ. ആളിയുടെ അടുക്കൽ വന്നൊരു വാക്ക് പറയും, ഇമാമിന്റെ അരികിൽ പോയി മറ്റൊരു വാക്ക് പറയും. എല്ലാം ഒന്ന് തന്നെയാണ്, ഒരേ ആള് തന്നെയാണ്. ഫിത്നയും ഫസാദ് ഉണ്ടാക്കാൻ നമീമത്ത് ഒരൊറ്റ മുഖം കൊണ്ട്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഇങ്ങനെ രണ്ട് നാവ് കൊണ്ട് ദുനിയാവിൽ ആരാണോ നടക്കുന്നത്, ഇന്നല്ലാഹ യജാലു ലഹു യൗമൽ ഖിയാമ ബിലിസാനൈനി മിൻ നാർ, നാളെ നരകത്തിന്റെ രണ്ട് നാവ് അല്ലാഹു അവന് പണി കൊടുക്കുമെന്ന് ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവിൽ രണ്ട് നാവുമായിട്ട് നടക്കുന്നവന് നാളെ ആഖിറത്തിൽ രണ്ട് നരകത്തിന്റെ നാവ് അല്ലാഹു പണിത് കൊടുക്കും. നരകത്തിന്റെ രണ്ട് നാവ് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാ വെള്ളിയാഴ്ചയും മിമ്പർ മിഹ്റാബ് ഗർജിക്കുന്നത് ഓർമ്മയില്ലേ? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വഖൂലൂ ഖൗലൻ സദീദാ يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സത്യവിശ്വാസിനികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. വഖൂലൂ ഖൗലൻ സദീദാ, നിങ്ങൾ സംസാരിച്ചാൽ നല്ല വർത്തമാനം പറയണേ, നല്ലത് മാത്രം സംസാരിക്കണേ. എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും എല്ലാ മിമ്പറുകളും മെഹ്റാബുകളും ഗർജിക്കുകയാണ്. ഒന്നാമത്തെ ഖുത്ബ തീർന്ന പാടെ ഇമാം ഈ ആയത്ത് ഓതിയിട്ടല്ലയോ ഇടയ്ക്ക് വിശ്രമിക്കുന്നത്, ഇരിക്കുന്നത്. ആ ഇടയിലെ ഇരുത്തത്തിന് മുമ്പ് ഓതുന്ന ആയത്തിതാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഏ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹയെ സൂക്ഷിക്കണേ, നാവുകൾ സൂക്ഷിക്കണേ. ഖബറിൽ ശിക്ഷയുണ്ടാകുന്ന നമ്പർ 1 കാര്യം, ഖബറിലെ ശിക്ഷയുടെ അറിയപ്പെട്ട ഒരു ഉദാഹരണം. കാരണം ഈ നാവ് മോശമായാൽ, ഗീബത്ത് നമീമത്ത് പറഞ്ഞാൽ അവർക്ക് ഖബറിലെ ശിക്ഷ ഉറപ്പാണ്.